കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. ഇവിടെ നിന്നും ഓയൂർ റോഡിൽ 3.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ചരിത്ര പ്രാധാന്യമുള്ള തൃക്കണ്ണമംഗലം എന്ന ഗ്രാമത്തിലെത്താം. ഇവിടെ അധ്യാപക ജോലി സ്വപ്നം കണ്ട് വളർന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ ഭൂപടത്തിൽ അദ്ദേഹത്തിനായി രേഖപ്പെടുത്തിയിരുന്ന ഇടങ്ങൾ വളരെ ഉന്നതങ്ങളായിരുന്നു. കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൽ നീണ്ട 29 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഡയറക്ടർ ശ്രീ ടി ഭാസി നടന്നു കയറിയ പാതകൾ വേറിട്ടവയായിരുന്നു. മക്കളെല്ലാം പഠിച്ച് ഉന്നത നിലയിൽ എത്തണമെന്നാഗ്രഹിച്ച ദൈവത്താൻ കൊച്ചിക്ക ദമ്പതികളുടെ മക്കളിൽ ആറാമനായി 1960 ജനുവരി 14 ജനനം. നെല്ലിക്കുന്നം കടലാവിള LMS LPS, തൃക്കണ്ണമംഗലം SKV ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. കൊട്ടാരക്കര സെയിൻറ്റ് ഗ്രിഗോറിയോസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും കൊല്ലം SN കോളേജിൽ നിന്നും പൊളിറ്റിക്സ് ഐച്ഛിക വിഷയമായി BAയും പാസ്സായി. വിദ്യാഭ്യാസകാലത്ത് വായനയുടെ വിശാല ലോകങ്ങളിലൂടെ ഭാസി സാർ കടന്നുപോയിട്ടുണ്ട്. MTയുടെ രണ്ടാമൂഴം, മലയാറ്റൂരിൻ്റെ യന്ത്രം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടകൃതികൾ. കൃഷി വകുപ്പിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മൂത്ത സഹോദരൻ ശ്രീ രാഘവനായിരുന്നു പഠനത്തിൽ വഴികാട്ടി. എൻ്റെ അനുജന് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് ഉള്ള അവസരം എനിക്ക് ലഭിച്ചത് വീട്ടിൽ ആദ്യം തൊഴിൽ കിട്ടി, സർക്കാർ സർവീസിൽ ജോലി കിട്ടിയ ഞാൻ എൻ്റെ നിർദ്ദേശപ്രകാരവും എൻ്റെ എല്ലാ ലാളനയും സ്നേഹവും അവന് നൽകിക്കൊണ്ടാണ് അവനെ വളർത്തിയെടുത്തത്. MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സർക്കാർ ഉദ്യോഗം അദ്ദേഹത്തെ തേടിയെത്തുന്നത്. 1983 ഡിസംബർ 26 കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഡിവിഷൻ 1 പുനലൂർ ചെമന്തൂർ ഓഫീസിലാണ് LD ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. വീട്ടിൽ പറയാതെ ജോലിയുടെ വിശദാംശങ്ങൾ അന്വേഷിക്കുവാൻ പോയ അദ്ദേഹത്തിന് അന്നുതന്നെ ജോലിക്ക് ചേരേണ്ട സാഹചര്യമുണ്ടായി. UD ക്ലർക്കായി കൊട്ടാരക്കര ഡിവിഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് 1986 നവംബർ 17 ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പിൽ ഇൻസ്പെക്ടറായി ജോലി കിട്ടുന്നത്. വിവിധ ഓഫീസുകളിലെ പ്രാഥമിക പരിശീലനത്തിനു ശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഡിറ്റിൽ ചേർന്നു. തുടർന്ന് എറണാകുളം, കൊല്ലം ജില്ലാ ഓഫീസുകളിൽ ജോലി നോക്കി. ഈ കാലയളവിലായിരുന്നു വിവാഹം. 1991 മാർച്ച് 28 പുനലൂർ സ്വദേശിനി രമയാണ് ഭാര്യ. ഏകമകൻ അജയ് BTech ബിരുദധാരിയാണ്. ഈ അമ്പലമായിട്ട് അഭേദ്യമായ ബന്ധമാണ് സാറിനുള്ളത്. റിട്ടയറായിട്ട് അടങ്ങിയിരിക്കാനുള്ള ഒരു ഇതില്ല. അമ്പലത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണം എന്നൊരു ചിന്താഗതിയാണ് സാറിന്. ഫാസി ഇപ്പോഴീ നിലയിരിക്കുമെങ്കിലും ഫാസി വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച വ്യക്തിയാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ടാണ് ജീവിക്കുന്നത്. ഈ നാട്ടുകാർക്ക് എല്ലാം ഉപയോഗപ്രദമായിട്ടുണ്ട് സാറിനെ കൊണ്ട്. സാറിൻ്റെ കഴിവും അതുപോലെ ആ ഈശ്വരാധീനവും പാവപ്പെട്ടവർക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ ഒരുപാട് കുട്ടികൾക്ക് സാറിൻ്റെ ഈ ഔദ്യോഗിക കാലഘട്ടത്തിൽ സഹായം ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ സേവനം ഈ നാട്ടുകാർക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഹൃദയം തുറന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഔദ്യോഗികമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി ഈ സമൂഹത്തിൽ, ഈ ഞങ്ങളുടേതായ ഈ കൊച്ചു ഗ്രാമത്തിൽ നാട്ടുകാർക്ക് ഉപയോഗപ്രദമായി തീർന്നിട്ടുള്ളതായിട്ട് ഇതേപോലൊരു വ്യക്തിയെ നമുക്ക് ഇനി കാണുവാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. 1995 തൃശൂർ മുനിസിപ്പാലിറ്റിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, തുടർന്ന് ചങ്ങനാശ്ശേരി, കൊല്ലം മുനിസിപ്പാലിറ്റികളിലും കൊല്ലം ജില്ലാ ഓഫീസിലും ഇതേ പദവിയിൽ സേവനമനുഷ്ഠിച്ചു. 2003 ഡെപ്യൂട്ടി ഡയറക്ടർ ഹയർഗ്രേഡായി ഹൗസിംഗ് ബോർഡ് ഓഡിറ്റിൽ ചുമതലയേറ്റു. ആ വർഷം ഡിസംബറിൽ ജോയിന്റ് ഡയറക്ടറായി വികാസ് ഭവനിലേക്ക്. 2006 സെപ്റ്റംബർ മുതൽ 2012 ജനുവരി വരെയുള്ള ആദ്യഘട്ടം. 2014 ഡിസംബർ 19 മുതൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന 2016 ജനുവരി 31 വരെയുള്ള രണ്ടാം ഘട്ടം. വകുപ്പിൻ്റെ ചരിത്രത്തിലെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഡയറക്ടറായി നമ്മുടെ ഭാസി സാർ സേവനമനുഷ്ഠിച്ചു. ജോസഫ് സാറായിരുന്നു
എന്നെ ഡയറക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ മുൻകൈ എടുത്തത്. ഒരുപാട് നാൾ പെൻഡിങ് ഇരുന്ന ഫയല് സാറ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ശരിയാക്കി തരികയും അന്ന് തന്നെ ചാർജ് എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം ഡയറക്ടറായതിൽ. പിന്നീട് വന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായാലും ഇപ്പോഴത്തെ ACS എബ്രഹാം സാറായാലും ശ്രീനാഥ് സാറായാലും മാറിപ്പോയ രാജേഷ് സിൻഹ സാറായാലും എല്ലാവരിൽ നിന്നും വളരെ സഹായകമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയും അതിനനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെ സഹായം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അതിൻ്റെ കൂടിയ ഒരു ഭാഗമാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളൊക്കെ ആക്കം കൂട്ടിയത്. ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എല്ലാ ജില്ലയിലും എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെയെല്ലാം വലിയൊരു സുഹൃത്ത് ബന്ധവും നിലനിർത്തി ആണ് എൻ്റെ പ്രവർത്തനം. തീർച്ചയായും എല്ലാ സഹപ്രവർത്തകരും എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ കാണുന്നത്. ഡയറക്ടർ പദവിയിലുള്ള അദ്ദേഹത്തിൻ്റെ സേവന കാലയളവ് വകുപ്പിൽ നേട്ടങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു. 2010 നിർമ്മാണം ആരംഭിച്ച അനക്സ് 2011 പൂർത്തിയായി. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനെ ഒരു മുഖ്യധാര വകുപ്പാക്കി മാറ്റുന്നതിൽ നിർണായകമായി തീർന്ന പുതിയ തസ്തികകളുടെ കുത്തൊഴുക്ക് തന്നെ 2010 ഉണ്ടായി. 180 തസ്തികകളാണ് വകുപ്പിന് പുതിയതായി ലഭിച്ചത്. ഇതോടെ വകുപ്പിലെ ആകെ ജീവനക്കാരുടെ എണ്ണം 1000 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടു. തസ്തികകൾ അനുവദിച്ച് ഇന്ന് 1113 പേരുടെ ഒരു സംഘം ജീവനക്കാർ അവിടെ സ്ഥാപനമായി മാറി കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ്. അതിൽ എല്ലാവർക്കും അഭിമാനിക്കാം. ഇനിയും കൂടുതൽ സ്ഥാപനങ്ങൾ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ച് ഒരു എക്സ്പെർട്ടൈസ് എല്ലാവരും നേടേണ്ടതുണ്ട്. അതിന് എല്ലാവരും കൂട്ടായി പ്രയത്നിക്കുന്നത് നമ്മുടെ വകുപ്പിൻ്റെ തുടർന്നുള്ള വളർച്ചയ്ക്കും പ്രയോജനപ്രദമായിരിക്കും. 2014 എയിംസ് പൂർണ്ണതയിലെത്തിയതോടെ ഇന്ത്യയിൽ തന്നെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആദ്യ വകുപ്പ് എന്ന ഖ്യാതി സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്. എയിംസ് സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാന ആശയം ഫാസി സാറിൻ്റെ ദീർഘദർശനത്തിൽ പിറവിയെടുത്തതാണ്. എയിംസിൻ്റെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി വിലയിരുത്തി ക്രിയാത്മകമായി നടപ്പാക്കുന്നതിൽ ഫാസി സാറിൻ്റെ നിതാന്ത ജാഗ്രത ഉണ്ടായിരുന്നു. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് എയിംസ് നടപ്പാക്കാനുള്ള തീരുമാനം ഫാസി സാറിനെ വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായത്തിലെ നായകനാക്കുന്നു. ഭാവിയിൽ ഓൺലൈനായിട്ട് തന്നെ റിപ്പോർട്ട് പുറപ്പെടുവിക്കത്തക്ക രീതിയിലുള്ള സംവിധാനത്തിലേക്കാണ് വരുന്നത്. നിലവിൽ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്ന ഒരു സംവിധാനം വരെ എത്തിയിരിക്കുന്നു. വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ ഗവൺമെൻറ് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഓഡിറ്റ് ഫേസ് കൂടി നമ്മൾ കമ്പ്യൂട്ടറിൽ എടുക്കുന്നുണ്ട്, സോഫ്റ്റ്വെയറിൽ കൊണ്ടുവരുന്നുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കി ഹോസ്റ്റ് ചെയ്ത് ഓഡിറ്റ് സ്ഥാപനം നമ്മുടെ സൈറ്റിൽ നിന്ന് റിപ്പോർട്ട് എടുത്ത് അവർക്ക് പറയാനുള്ള ഫർദർ റിപ്ലൈ ഉൾപ്പെടെ തന്ന് റിപ്പോർട്ട് ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള സ്റ്റേജിലേക്ക് ആണ് പോസ്റ്റ് ഓഡിറ്റ് ഫേസ് എത്തിച്ചിട്ടുള്ളത്. അത് ഇനി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അത് പോകണമെങ്കിൽ എല്ലാ സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ വകുപ്പിനെ ഒരു ഹൈടെക് യുഗത്തിലേക്ക് നയിക്കാനും ഈ വകുപ്പിൻ്റെ പുരോഗതിയിൽ കാര്യമാത്ര പ്രസക്തമായ ഒരു പങ്ക് സാറിന് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരിക്കലും മറക്കാനും സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഈ വകുപ്പ് എന്നെന്നും സ്മരിക്കപ്പെടും. സാറിൻ്റെ ഊർജ്ജസ്വലതയാണ് പറയാനുള്ളത്. സാറ് റിട്ടയർ ചെയ്യുന്നതിൻ്റെ വക്കിൽ എത്തിയിട്ടും എയിംസ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനായിട്ടുള്ള ഇതിനു വേണ്ടി ഓടി നടന്ന് അത് നടപ്പിലാക്കുകയും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനങ്ങൾ വകുപ്പിൻ്റെ കമ്പ്യൂട്ടറൈസേഷൻ ഉന്നത നിലവാരത്തിലെത്തുന്നതിനും നമ്മുടെ അരിയർ കുടിശ്ശിക തീർക്കുന്നതിനും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്തസ്സ് ഉയർന്നതിനും നമുക്ക് അന്തസ്സോടെ ഒരു സ്ഥാപനത്തിൽ പോയി ഓഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. വകുപ്പിൻ്റെ ആധുനികവൽക്കരണം ഉൾപ്പെടെ വളരെയധികം നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അവയെല്ലാം തന്നെ വകുപ്പിൻ്റെ പുരോഗതിക്ക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്.
പരിമിതമായി മാത്രം ആധുനിക സംവിധാനങ്ങളുണ്ടായിരുന്ന ഓഡിറ്റ് വകുപ്പ് ഇന്ന് വിപ്ലവകരമായ മാറ്റത്തിൻ്റെ പാതയിലാണ്. എല്ലാ ഉദ്യോഗസ്ഥർക്കും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, നവീകരിക്കപ്പെട്ട ഓഫീസുകൾ, മെച്ചപ്പെട്ട പരിശീലന സംവിധാനങ്ങൾ ഇവയെല്ലാം ചേർന്ന് സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ വകുപ്പുകളിലൊന്നായി സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനെ മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ നേതൃപാടവം സ്തുത്യർഹമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു ജനകീയനായ ഒരു ഡയറക്ടറാണ് ഭാസി സാറെന്നാണ് എൻ്റെ അഭിപ്രായം. തലക്കനമോ മറ്റ് യാതൊരു തരത്തിലുള്ള വലിപ്പച്ചെറുപ്പവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് ദൃശ്യമായിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിൻ്റെ ഈ ഭരണകാലത്ത് വളരെയധികം നേട്ടങ്ങൾ അദ്ദേഹത്തിന് നമുക്ക് ജീവനക്കാർക്കും വകുപ്പിനും ഒട്ടാകെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള സൗഹൃദം ഞങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. പല ക്യാമ്പുകളിൽ ഞാനും സാറുമൊത്ത് ഹോൾട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൊല്ലം ജില്ലയിലെ പല ക്യാമ്പുകളിലും ഫാസാറിൻ്റെ കൂടെ പോകാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ഫാസാറിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് തീർത്തും പച്ചയായ മനുഷ്യനാണ്, യാതൊരു ജാടകളും ഇല്ലാത്തൊരു മനുഷ്യൻ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിലും ഫാസാറിനോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ഡയറക്ടർ എന്ന നിലയിൽ പല പല അഭിപ്രായങ്ങളും നമ്മൾ പറയപ്പോൾ പൂർണ്ണമായിട്ടും പുള്ളി അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ഫാസാറിൻ്റെ മറ്റൊരു നേട്ടമാണ്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൻ്റെ ഏറ്റവും പ്രധാന പ്രവർത്തനങ്ങളിലൊന്നായ സമാഹൃത ഓഡിറ്റ് റിപ്പോർട്ട് കാര്യക്ഷമവും സമയബന്ധിതവുമായി കാലിക പ്രാധാന്യമുള്ള രീതിയിൽ തയ്യാറാക്കപ്പെടുന്നതിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും മേൽനോട്ടവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സമാഹൃത ഓഡിറ്റ് റിപ്പോർട്ട് സമയബന്ധിതമായിട്ട് സർക്കാരിന് സമർപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി വെച്ചത് ഭാസി സാറാണ്. അതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിമാനിക്കാം. രാജ്യമാകെ ശ്രദ്ധിച്ച 2015 നടന്ന ദേശീയ ഗെയിംസിൻ്റെ ഓഡിറ്റ് കാര്യക്ഷമമായി നിർവഹിച്ച് മികച്ച ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സർക്കാരിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഭാസി സാറിൻ്റെ നേതൃമികവുണ്ട്. നിരന്തരം വകുപ്പിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ പദവിയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ നാഷണൽ ഗെയിംസിൻ്റെ ഓഡിറ്റ് നടത്തി ഗവൺമെൻറ് റിപ്പോർട്ട് സമർപ്പിച്ചു. കാരുണ്യ ബെനവലന്റ് ഫണ്ടിൻ്റെ ഓഡിറ്റും പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. സഹപ്രവർത്തകരുടെ സർഗഭാവനകളെ പരിപോഷിപ്പിക്കുവാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന സവിശേഷ താൽപ്പര്യത്തിന് തെളിവാണ് കനവ് എന്ന പേരിൽ പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങൾ. വകുപ്പിലെ ജീവനക്കാരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും സാഹിത്യ വാസനയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭാസി സാർ നൽകിയ അതുല്യമായ സംഭാവന കനവ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ സാറിനോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ അതിൽ അദ്ദേഹം കാണിച്ച ശുഷ്കാന്തിയും ടീമംഗങ്ങൾക്ക് അദ്ദേഹം നൽകിയ സ്വാതന്ത്ര്യവും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. സാറിൻ്റെ പ്രതിബദ്ധത എന്നും വകുപ്പിനോട് മാത്രമായിരുന്നു. ഔദ്യോഗിക ഭാഷയുടെ പരിപോഷണത്തിന് വേണ്ടി നമ്മളിവിടെ നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികളിലും സാറിൻ്റെ പ്രോത്സാഹനവും ഉപദേശവും അനുഗ്രഹവും ധാരാളം ലഭിച്ചിട്ടുണ്ട്. അതുവഴി നമ്മുടെ വകുപ്പിലെ പല ജീവനക്കാരുടെയും സർഗാത്മക കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. വകുപ്പിൻ്റെ പേരുമാറ്റം ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ തന്നെയായിരുന്നു. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന പേരിനു പകരം കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് എന്നുള്ള പേരുമാറ്റം വകുപ്പിലെ ജീവനക്കാർക്ക് പകർന്നു നൽകിയ ആത്മവിശ്വാസം വിവരണാതീതമാണ്. ചരിത്ര പ്രാധാന്യമുള്ള 2 കാര്യങ്ങളാണ് ഭാസി സാറിൻ്റെ കാലഘട്ടത്തിൽ നടന്നത്. 1 വകുപ്പിൻ്റെ പേരുമാറ്റം, 2 എയിംസ് ഉൾപ്പെടെയുള്ള വകുപ്പിലെ പൂർണ്ണമായ കമ്പ്യൂട്ടർവൽക്കരണം. ഭാസി സാറിന് വകുപ്പിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിനേക്കാളുപരി വകുപ്പിനെ കുറിച്ചൊരു കൺസേൺ ഉണ്ടായിരുന്നു. സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ കാഴ്ചപ്പാടാണ് മുന്നിട്ട് നിന്നിരുന്നത്. അത് വകുപ്പിന് ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മുഖമൂടിയില്ലാത്ത, ആലങ്കാരികമായി സംസാരിക്കാത്ത പച്ചയായ ഗ്രാമീണനാണ് ഭാസി സാർ. ഡയറക്ടർ എന്ന നിലയിൽ 7-8 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ 2014 മുതലുള്ള കാലഘട്ടമാണ് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു കാലഘട്ടം എന്ന് പറയാം. വകുപ്പിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും അവ പൂർത്തീകരണത്തിൻ്റെ സാക്ഷാത്കരണത്തിൽ എത്തിച്ചേർക്കുവാനും
അദ്ദേഹത്തിന് ഈ സമയപരിധിക്കുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുധീരമായ പ്രവർത്തന ശൈലിയും ഇനി വരുന്ന എല്ലാ ജീവനക്കാർക്കും ഒരു മാതൃകയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 42 പുതിയ തസ്തികകൾ, IHRD, LBS എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ ഓഡിറ്റ്, ഡയറക്ടർക്ക് പുതിയ വാഹനം, പഞ്ചിങ് സംവിധാനത്തിൻ്റെ ആരംഭം തുടങ്ങി വകുപ്പിൻ്റെ മുഖമുദ്ര തന്നെ മാറ്റിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിന് ശേഷമാണ് ഭാസി സാറിൻ്റെ പടിയിറക്കം. നമ്മുടെ വകുപ്പ് ഇന്ന് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾക്ക് പിന്നിലെ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വമാണ് ഭാസി സാർ നൽകിയിട്ടുള്ളത്. ഈ വകുപ്പിൻ്റെ നവീകരണത്തിന് വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിലൂടെ ഒട്ടേറെ നല്ല സ്മരണകൾ വകുപ്പിൽ അവശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. നമ്മുടെ വകുപ്പിന് ഒരു അന്തസ്സും ആഭിജാത്യവും ഉണ്ടാക്കിയ ഒരു ഡയറക്ടറാണ് പ്രിയപ്പെട്ട ഭാസി സാർ. ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ജീവനക്കാരെയും പേരുകൊണ്ട് വിളിക്കുന്ന അറിയുന്ന ഒരു ഡയറക്ടറായിരുന്നു പ്രിയപ്പെട്ട ഭാസി സാർ. അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും ഭാവങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്ടമുള്ള ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു. പകുതി ശമ്പളത്തോടെ കൂടുതൽ മെച്ചമുള്ള, കൂടുതൽ നല്ലതായ, കൂടുതൽ അവൈലബിളായ, പൂർണ്ണമായിട്ട് ലഭ്യമാകുന്ന ഒരു ഭാസി സാറിനെ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും ഇതോടൊപ്പം ഞാൻ ആശംസകൾ നേരുന്നു. എനിക്ക് നമ്മുടെ ബ്രിട്ടീഷ് റൈറ്ററായിരുന്ന ചാൾസ് ലാംബിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പീരീഡ് തീരുന്ന റിട്ടയർമെൻറ്റ് പീരീഡ് കഴിഞ്ഞ് 36 വർഷം സർവീസ് ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പീരീഡിൽ ഒരു സൂപ്പർ ആനിമേറ്റഡ് മാൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിനകത്തു നിന്നുള്ള 1-2 ലൈനുകൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. അതായത്, I was 50 years of age and no prospect of emancipation presented itself. I had grown to my dusk as it were, and the wood had entered into my soul. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഭാസി സാറിൻ്റെ ബാക്കിയുള്ള ഇനിയുള്ള ശിഷ്ടജീവിതം വളരെ സന്തോഷകരവും ആനന്ദകരവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിൻ്റെ ഓഡിറ്റിനുള്ള സമീപനം ശരിക്കും നേരിട്ട് ബോധ്യപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. അദ്ദേഹം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഓഡിറ്റിനെ കണ്ടിട്ടുള്ളത്. റിട്ടയർമെൻറ്റിന് ശേഷവും അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തി ഭാവിയിൽ വളരെ ആനന്ദകരമായിട്ട് ജീവിക്കാനുള്ള എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. കർക്കശ സ്വഭാവക്കാരനാണെന്ന് തോന്നുമെങ്കിലും ഒരു സൗമ്യമായ മനസ്സിനുടമയാണ് അദ്ദേഹം. ഭാസി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ വകുപ്പിൻ്റെ ഇന്ന് കാണുന്ന ഈ വളർച്ചയുടെ ഭാസി സാറിന് എല്ലാവിധ ആയിരം. സാറുമായിട്ടുള്ള വ്യക്തിബന്ധം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. സാറിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം വളരെയധികം ആനന്ദകരവും സന്തോഷപ്രദവുമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അദ്ദേഹത്തിന് വരുന്ന കാലജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങളുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രീ ഭാസി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. പുറമേ നമുക്ക് ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും ബാക്കിയുള്ള സഹപ്രവർത്തകരോടും വളരെയധികം സ്നേഹവും കരുതലുമുള്ള ഒരു ഓഫീസ് മേധാവിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആശംസകൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ് ഞങ്ങളെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്തായിരിക്കണമോ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം അതുതന്നെയായിരുന്നു. ഭാസി സാറിന് എല്ലാവിധ മംഗളങ്ങളും നേരട്ടെ എന്ന് എന്നും ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഞാൻ ചാർജ് എടുക്കുമ്പോൾ എന്നോട് പലരും പറഞ്ഞിരുന്നു, ഭാസി സാർ ഇടയ്ക്കിടയ്ക്ക് വിളിപ്പിക്കും, എന്നിട്ട് നല്ല ഡോസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇന്ന് വരെ സാർ എന്നോട് അങ്ങനെ ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ട് അതിനെനിക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. ഭാസി സാറിന് റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. റിട്ടയർമെൻറ്റിന് ശേഷമുള്ള സാറിൻ്റെ വിശ്രമ ജീവിതം സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നല്ലൊരു ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എനിക്ക് ഈ സമയത്ത് സാറിനോടൊരു അഷുറൻസ് കൊടുക്കാനാണുള്ളത്. സാറിൻ്റെ ആ വാക്കുകൾ എന്നും ഞങ്ങൾ ഓർക്കും. ഇനി വരുന്ന എംപ്ലോയീസും ഞങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ കേരളത്തിലെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറ്റാനായിട്ട് മാക്സിമം ഞങ്ങൾ ഞങ്ങളുടെ എഫേർട്ട് ഇടും. ആ ഒരു അഷുറൻസ് തന്നെ തരുവാണ്. സന്തോഷവും സമാധാനവും ഉള്ള ഒരു ഭാവി ജീവിതം ഞാൻ ആശംസിക്കുന്നു. ഡയറക്ടറുടെ റിട്ടയർമെൻറ്റ് കാലം ഏറ്റവും അനുഗ്രഹവും സമാധാനവും
സന്തോഷമായ ഒരു ജീവിതമായിരിക്കട്ടെ. ഡയറക്ടറായ ബാസി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം വിശിഷ്ടമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിന് സന്തോഷപ്രദമായ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ആശംസിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം ഏറ്റവും സന്തോഷകരവും ഏറ്റവും ആനന്ദകരവുമായി തീരുവാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആശംസകളും നേരുന്നു. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സമചിത്തതയോടെ നേരിടുന്നതാണ് ഭാസി സാറിൻ്റെ തനത് ശൈലി. അതുകൊണ്ടാണ് അദ്ദേഹം ഉയർച്ചകളിൽ അളവറ്റ് സന്തോഷിക്കുകയോ പതനങ്ങളിൽ തളർന്നു പോവുകയോ ചെയ്യാതെ സാത്വികനായി നിലകൊള്ളുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ വൈശിഷ്ട്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രതിസന്ധി കാലഘട്ടത്തെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ്. ഭാസി സാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സർവീസിൻ്റെ അവസാന വർഷങ്ങളിൽ 2 പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. 2, അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നു. ഈ 2 ഘട്ടങ്ങളെയും വളരെ സമചിത്തതയോടെ വളരെ മിതമായ രീതിയിൽ ഈ അവസരങ്ങളോട് പ്രതികരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. നാട്ടിൻപുറത്തിൻ്റെ നന്മകളും നിഷ്കളങ്കതയും മറ്റുള്ളവരോടുള്ള മനസ്സിലുള്ള തോന്നലുകൾ, അത് ദേഷ്യമാകട്ടെ സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ ഒട്ടും മടികൂടാതെ പ്രകടിപ്പിക്കുന്ന ഒരു പച്ച മനുഷ്യനായിട്ടാണ് ശ്രീ ഭാസി സാറിനെ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളത്. ആ നല്ല മനസ്സിനും അദ്ദേഹം വകുപ്പിൽ വരുത്തിയ എല്ലാ നല്ല പരിഷ്കാരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ജീവനക്കാരോട് വളരെ ലാളിത്യത്തോടും സ്നേഹത്തോടും ഒരൊറ്റ ജീവനക്കാരെ പോലും ഉപദ്രവിക്കാതെ സേവനം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഗുണം. ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിൽ അവസാനത്തെ 1 വർഷമാണ് സാറുമായി എനിക്ക് നേരിട്ട് ഇടപഴകാനും സാറുമായിട്ട് പ്രവർത്തിക്കാനുമുള്ള ആ അവസരം ഉണ്ടായി. ഇതിൽ ഞാൻ എൻ്റെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൊന്നായി ഞാൻ കണക്കാക്കുന്നു. ഞാൻ സാറിൻ്റെ CA ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. സാറ് നല്ല സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. സാറിന് നല്ലൊരു റിട്ടയർമെൻറ്റ് ജീവിതം ഞാൻ ആശംസിക്കുന്നു. സാറുമായിട്ടുള്ള യാത്രയിൽ അതിപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിരസത ഒഴിവാക്കാൻ സാറുമായിട്ടുള്ള സംഭാഷണങ്ങൾ പലപ്പോഴും എനിക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. ഈ ജനുവരി 31 ശേഷമുള്ള യാത്രകളിൽ അതില്ലാതെ പോകുന്ന ഒരു തീരാ നഷ്ടമായി മാറിയിരിക്കും. അതിലെനിക്ക് അതിയായ ഒരു ദുഃഖമുണ്ട്. സാറ് എന്നെ ഒരു അനുജനെ പോലെയാണ് കാണുന്നത്. പിന്നെ എവിടെ പോയാലും സാറ് എന്നെ കൂട്ടാതെ ഒരിടം പോകാറുമില്ല. സാറിന് ഈ കൊച്ചനുജനായ അൻഡൂസിൻ്റെ ആശംസകൾ നേരുന്നു. സാറ് പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. എല്ലാം വെന്ത് വെണ്ണീറായാലും സ്വന്തം ചാരത്തിൽ നിന്ന് പൂർവാധികം കരുത്തോടെ ചിറകടിച്ചുയരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ ഭാസി സാറിൽ നമുക്ക് എവിടെയൊക്കെയോ ദർശിക്കാനാകും. ഈ പോരാട്ട വീര്യമാണ് അദ്ദേഹത്തിൻ്റെ കരുത്തും വകുപ്പിനും സഹപ്രവർത്തകർക്കുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയും. ഒരു പിടി നേട്ടങ്ങളുമായി അദ്ദേഹം പടിയിറങ്ങുമ്പോൾ നഷ്ടം ഈ വകുപ്പിനാണെങ്കിലും നേട്ടം പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ നാടിനും ആ നാട്ടുകാർക്കുമാണ്. അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് അവർക്കവരുടെ ഭാസിയണ്ണൻ. കർമ്മയോഗികൾ വിരമിക്കുന്നില്ല, വിശ്രമിക്കുന്നില്ല. കർമ്മമണ്ഡലങ്ങൾ മാത്രം മാറുന്നു. സർക്കാർ ജോലിയുടെ ചില പരിമിതികളും നിയന്ത്രണങ്ങളുമില്ലാതെ വളരെ മഹത്തരമായ ഒരുപാട് കാര്യങ്ങൾ സ്വന്തം നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്യുവാൻ സാറിന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. അതിൽ നമുക്കും സന്തോഷിക്കാം. പ്രശസ്തനായ അമേരിക്കൻ കവി റോബർട്ട് ഫ്രോസ്റ്റ് പാടിയത് ഇദ്ദേഹത്തെ കൂടി ഉദ്ദേശിച്ചായിരിക്കാം. But I have promises to keep and miles to go before I sleep, and miles to go before I sleep.
സഫലമീ യാത്ര സഫലമീ